നമസ്കാരം. ഈ കുറച്ച് കാലങ്ങളായിട്ട് എനിക്കൊന്ന് കുറച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മലയാള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളെല്ലാം കൊച്ചിൻ കേന്ദ്രീകരിച്ചായിരുന്നു. അതിൻ്റെ ഇന്നത്തെ കാരണം അറിയില്ല, ചിലപ്പോൾ ജിയോഗ്രഫിക്കലി കേരളത്തിന്റെ നടുക്കാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമകൾ റിലീസാവുന്ന സമയം, റിലീസിന് തൊട്ട് മുമ്പാണല്ലോ സിനിമയുടെ പ്രൊമോഷൻസും മറ്റു കാര്യങ്ങളും നമ്മളെപ്പോഴും ചെയ്യുക. ഇപ്പോൾ റിലീസാകുന്ന സമയത്ത് ഈ പ്രൊമോഷൻസ് നടക്കുമ്പോൾ മിക്കപ്പോഴും സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഭൂരിഭാഗം ആൾക്കാരും കൊച്ചിയിലുണ്ടാകും. ഡബിങ് ആയിട്ടും DI, VFX എന്നൊക്കെ പറഞ്ഞ് മിക്സിങ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമകളുടെ പ്രൊമോഷൻസ് എപ്പോഴും കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന കേരളത്തിലെ പ്രൊമോഷൻസ്. അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് തിരുവനന്തപുരത്ത് മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് മെസ്സേജസ് കിട്ടാറുണ്ട്, എന്താണ് ഈ തിരുവനന്തപുരത്ത് വരാത്തത്, ട്രിവാൻഡ്രത്ത് എന്താണ് പ്രൊമോഷൻസ് ചെയ്യാത്തതെന്ന്. കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ ഈ കടുവ കറങ്ങിത്തിരിഞ്ഞ് റിലീസായ സമയത്ത് ഷാജിയേട്ടനും എനിക്കും ജിനുവിനും മനസ്സിലായി കടുവ റിലീസായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. കാരണം അടുത്ത കാപ്പ എന്ന് പറയുന്ന സിനിമയും ഞങ്ങൾ 3 പേരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പൊ അന്നേ തീരുമാനിച്ചാണ്, ആ സമയത്ത് ഉറപ്പായിട്ടും തിരുവനന്തപുരത്ത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ കാണണം എന്ന് അന്നേ തീരുമാനിച്ച റിലീസിന് മുമ്പ്. അതിപ്പോഴാണ് കറങ്ങിത്തിരിഞ്ഞ് ഒന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത്. വലിയ സന്തോഷം. എന്നോട് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഒരു സിനിമ വിജയമാവുക എന്ന് പറയുന്നത് അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ജസ്റ്റിഫിക്കേഷൻ. ഞങ്ങൾ ഈ സിനിമ ചിന്തിച്ച് തുടങ്ങുന്ന സമയം മുതൽ ഇത് ഒരുപാട് ആൾക്കാർ കണ്ട് തിയേറ്ററിൽ ആസ്വദിച്ച് കൈയടിച്ച് ആഘോഷിക്കുന്ന ഒരു സിനിമയായി മാറണം എന്നൊരൊറ്റ ഉദ്ദേശമേ ഈ സിനിമയുടെ പിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് നിറവേറി, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായി എന്നുള്ളത് തന്നെയാണ് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളെ ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്തും റിലീസിന് ശേഷവും ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത, വലിയ പിന്തുണ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നു ഇനി എല്ലാവർക്കും സംസാരിക്കണമെങ്കിൽ ചോദ്യങ്ങളാണോ എന്നുള്ളത് എനിക്കറിയില്ല. സിനിമയെക്കുറിച്ച് എനിക്ക് റിലീസായ സിനിമയല്ലേ. അതെ, ഞാൻ ഈ സിനിമ റിലീസിന് മുമ്പുള്ള എല്ലാ പ്രൊമോഷൻസിനും പറഞ്ഞതുപോലെ ഒരു പരിധിവരെയെങ്കിലും എനിക്ക് തോന്നുന്നു മലയാള സിനിമ കൈവിട്ടുപോയോ അല്ലെങ്കിൽ മറന്നോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന ഒരു ജോണർ ഉണ്ടല്ലോ, ഈ ആക്ഷൻ മാസ് എന്റർടൈനേഴ്സ് എന്ന് പറയുന്ന. ആ ഉറങ്ങിപ്പോയ ഒരു ജോണറിനെ ഉണർത്താനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു ഈ സിനിമ. അപ്പൊ അത്തരത്തിൽ ഈ സിനിമ ഇത്ര വലിയൊരു വിജയമാകുന്നു എന്ന് കാണുന്നതിൽ ഈ ഒരൊറ്റ സിനിമയുടെ വിജയത്തിന് അപ്പുറമുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാത്തരം സിനിമകളും ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ആസ്വാദകനാണ് ഞാൻ. നമ്മൾ വളരെ നല്ല സിനിമകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മലയാള സിനിമയുടേത്. ആ റെപ്പറ്റ്വാറിൽ ഇതും കൂടി ഉണ്ടാകണം, ഇത്തരം സിനിമകൾ കൂടി വല്ലപ്പോഴുമെങ്കിലും സംഭവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു സിനിമാ സ്നേഹി എന്ന നിലയ്ക്ക് കടുവ എന്ന സിനിമയുടെ വിജയം ഏറെ സന്തോഷം തരുന്നതാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനൊന്നുമല്ല, ഞാൻ ഷാജിയേട്ടനെ എൻട്രി കൊണ്ടുപോകുമല്ലോ. ഈ സിനിമ ഷാജിയേട്ടൻ സംവിധാനം ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം എന്റേതായിരുന്നു. ഞാൻ ആ സമയത്ത് 2019 ഷാജിയേട്ടൻ ഒരു മലയാള സിനിമ ചെയ്തിട്ട് കുറച്ചധികം വർഷങ്ങളായി. അപ്പൊ ഞാൻ ഷാജിയേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് വായിച്ചിട്ട് ഇതാണ് മലയാള സിനിമയിലേക്ക് എന്റെ തിരിച്ചുവരവായിട്ട് ഞാൻ ചെയ്യേണ്ട സിനിമ എന്ന് ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേട്ടൻ ഈ സിനിമ ചെയ്യണം. ചേട്ടൻ ഈ സിനിമ ചെയ്താൽ ഞാനതിൽ അഭിനയിക്കാം, ഞാനത് നിർമ്മിക്കാം എന്ന് പറയായിരുന്നു. ഞാൻ ഷാജിയേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരിക്കലും പറയരുത്. ഷാജിയേട്ടൻ കടുവയായിരുന്നില്ലെങ്കിൽ മറ്റൊരു സിനിമയിൽ ഇതുപോലെ തന്നെ ഒരു ഗംഭീരമായ തിരിച്ചുവരവ് നടത്തുമായിരുന്നു. എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഒരു തിരിച്ചുവരവ് നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗമായി എന്ന് മാത്രം, അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. ഇത് അങ്ങനൊന്നുമില്ല. ഇല്ലേ സാർ? ആരാ? ഓക്കെ ഓക്കെ. അതെ. ഈ ചോദ്യത്തിന് പോയിന്റഡ് ആയിട്ട് ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ഇതിനെ കുറിച്ച് സംസാരിക്കണം ഞങ്ങൾക്കറിയാം, ആദ്യം മുതൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, വി ആർ സോറി. ഞങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു ഡയലോഗ് കാരണം വേദനിച്ചിട്ടുള്ള എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അത് എൻ്റെ പേരിലും ഈ സിനിമയുടെ പേരിലും
വി ഡീപ്ലി അപ്പോളജൈസ്. സെക്കൻഡ്ലി, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ഉന്നയിക്കപ്പെട്ട തെറ്റുകളെ ന്യായീകരിക്കുന്നതായിട്ടോ കോമ്പാറ്റീവായിട്ട് ഞങ്ങളൊരു ആർഗ്യുമെന്റ് പറയുന്നതായിട്ടോ അതിനെ കരുതരുത്. അത് നടന്ന സമയത്ത് എന്തായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഒരുപക്ഷെ ആ കാഴ്ചപ്പാട് കാരണമായേക്കാം ഞങ്ങൾക്കത് മിസ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ്. ആ സീനിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ചിലപ്പോൾ നമ്മുടെ തലമുറകളായിരിക്കും അനുഭവിക്കുന്നത് എന്നതാണ് ആ ഡയലോഗ്. അത് പറയുമ്പോൾ ശരിക്കും പ്രോബ്ലമാറ്റിക് ആയ, പറയാൻ പാടില്ലാത്തൊരു കാര്യം കുര്യച്ചൻ ജോസഫിനോട് പറയുന്നു എന്ന് തന്നെയാണ് ആക്ച്വലി ആ സീനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞാൽ ഉടനെ ജോസഫ് വണ്ടിക്കകത്തിരുന്ന് പറയുന്നത് യു റൂയിൻ മൈ ഡേ എന്നും, കുര്യച്ചന്റെ എക്സ്പ്രഷനും അത് കഴിഞ്ഞാൽ അത് പറയണ്ടായിരുന്നു എന്നും ഉള്ളതാണ് ഞങ്ങൾ സിനിമയിൽ ഉദ്ദേശിച്ചത്. പക്ഷെ വി അണ്ടർസ്റ്റാൻഡ്, ഈ സിനിമയുടെ നായക സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രമായതുകൊണ്ട് ഈ സിനിമ ആ വ്യൂവിനെ എൻഡോഴ്സ് ചെയ്യുന്നോ എന്ന് ഒരു പ്രേക്ഷകന് തോന്നിയാൽ ആ പ്രേക്ഷകനെ കുറ്റം പറയാൻ പറ്റില്ല. വി അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ്ലി, പിന്നീട് ചോദിച്ചൊരു ചോദ്യം എന്തുകൊണ്ടൊരു സ്പെഷ്യൽ ചൈൽഡിനെ ആ വേഷത്തിൽ കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആക്ച്വലി അതിന്റെ നേരെ മറിച്ചുള്ള സിനാരിയോയിലാണ് ഒരു ഭയം തോന്നിയത്. ഭയമല്ല, ഒരു സംശയം തോന്നിയത്. കാരണം ഒരു സാധാരണ ഒരു കുട്ടിയെ ഞങ്ങൾ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഡയലോഗിലൂടെ ഒന്നും പറയാതെ ഒരു നോട്ടത്തിൽ തന്നെ ആ കുട്ടി ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും ഒരു ക്യാരക്ടർ ട്രെയ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു പ്രോപ്പോ എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതാകുമോ ഒഫെൻസീവ് ആവുക എന്നുള്ളൊരു സംശയത്തിന്റെ പുറത്താണ് എന്നാൽ വേഷം ഒരു സ്പെഷ്യൽ ചൈൽഡ് തന്നെ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ചിന്തിച്ചത്. ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടത് അഭിനയിച്ചപ്പോഴോ ഡബ് ചെയ്തപ്പോഴോ ഈ സിനിമ എഡിറ്റ് ചെയ്തപ്പോഴോ ഞങ്ങൾക്കത് തോന്നിയില്ല എന്നുള്ളത്. തോന്നാത്തത് കൊണ്ടാണ് മാപ്പ് ചോദിച്ചത്. വി അപ്പോളജൈസ്. മാപ്പ് ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്തു എന്നുള്ളതിനും കൂടി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നും ആ ഇഷ്യൂവിൽ ഞങ്ങൾ തെറ്റുകാരാണെന്നുമുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകുന്നത്. മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് സത്യത്തിൽ ആദ്യമായിട്ടൊരു ഫീഡ്ബാക്ക് ഇങ്ങനെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു അപ്പോളജി റെൻഡർ ചെയ്യണം, ആ ഡയലോഗ് സിനിമയിൽ നിന്ന് മാറ്റണം എന്ന്. അപ്പോൾ ഇവിടെയുള്ള കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഇന്നത്തെ നിയമങ്ങൾ പ്രകാരം ഒരു സിനിമയിൽ നിന്നും ഒരു സംഭാഷണം എടുത്ത് മാറ്റണമെങ്കിൽ നമ്മൾ ആ സംഭാഷണം മാറ്റിയതിനു ശേഷം വീണ്ടും അത് സെൻസർ ബോർഡിന് സബ്മിറ്റ് ചെയ്യണം. സെൻസർ ബോർഡിന് അപ്രൂവൽ കിട്ടണം. എന്നിട്ടേ നമുക്കത് ക്യൂബിനും UFOയ്ക്കും മറ്റ് എക്സിബിഷൻ സിസ്റ്റത്തിനും അപ്ലോഡിന് അയക്കാൻ പറ്റൂ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, CBFC വർക്കിംഗ് ആയിരുന്നില്ല. ആ ഡയലോഗ് മാറ്റിയ ഒരു വേർഷൻ ഇന്ന് സെൻസർ ബോർഡിൽ സെൻസറിന് അപ്ലൈ ചെയ്ത് ഇന്ന് കിട്ടും അല്ലെ? ഇന്ന് കിട്ടും. കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി ഇന്ന് രാത്രി തന്നെ എല്ലാ അപ്ലോഡിനും ആ കണ്ടന്റ് ഞങ്ങൾ അയക്കും. ഓവർസീസ് തിയേറ്റേഴ്സിന്റെ കണ്ടന്റ് അപ്ലോഡ് ഞങ്ങൾ ഡയറക്ട്ലി അല്ല ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ആ കണ്ടന്റ് അയച്ചു കൊടുത്ത് എല്ലാ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യും കണ്ടന്റ് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ കൺട്രോളിലാണ്, ഉറപ്പായിട്ടും റീപ്ലേസ് ചെയ്യും. ഓവർസീസിൽ വി വിൽ കീപ് ഫോളോയിങ് അപ്പ്. ഇതാണ് ഈ ഇഷ്യൂലെ സ്റ്റാറ്റസ് ക്വോ. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇതൊരു ന്യായീകരണമായിട്ട് കാണരുത്. ഇത് ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടില്ലാത്ത, സ്പോട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു തെറ്റതിലുണ്ട് എന്ന പൂർണ്ണ തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സോ വൺസ് അഗൈൻ, on behalf of the team of this film and as the actor who mouthed the line, I apologize. വ്യക്തിത്വം എങ്ങനെയുള്ളതാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയൊന്നും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ ടേക്ക് ദി ക്രിറ്റിസിസം ഇൻ മൈ സ്ട്രൈഡ്. അല്ലാതെ ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഞാൻ സത്യത്തിൽ അങ്ങനത്തെ ഒരാളാണെന്ന് പ്രൂവ് ചെയ്യേണ്ടതൊരു എൻഡവർ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ശരികൾ, എൻ്റെ തെറ്റുകൾ, എൻ്റെ നിലപാടുകൾ, എനിക്ക് തോന്നുന്ന വഴികൾ, അതിലൂടെയൊക്കെ സഞ്ചരിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ എഡിറ്റ് ചെയ്തു. ഇൻഫാക്ട് മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ ഷാജിയേട്ടൻ ഇതിന്റെ ജോലിയിലായിരുന്നു. ഇന്നലെ ഷാജിയേട്ടന്റെ റീ എഡിറ്റ് ചെയ്ത വേർഷൻ കണ്ടിട്ട് അത് സിനിമയെ ഒരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയും. എനിക്ക് തോന്നുന്നത് സീന് അതൊരു സൗണ്ട് എഡിറ്റ് ആണ്, എൻ്റെ ഒരു മ്യൂസിക് സ്കേപ്പ് ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഒരു ടിക്കറ്റോട് എടുപ്പിക്കാമല്ലോ.
ചോദിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റൊരു ന്യായീകരണം എന്ന രീതിയിൽ ഞാൻ ചോദിച്ചോട്ടെ, കാരണം ഇത് നടക്കുന്നത് 90-കളിലാണ്. ഈ 90-ലെ സെറ്റപ്പിൽ തന്നെയുള്ള നമ്മൾ കണ്ടുവന്നിരുന്ന ആ രീതിയിലുള്ള സിനിമകൾ, ഇതുപോലുള്ള പല സംഭാഷണങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി അതേ കാലയളവിൽ ചിത്രീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെയുള്ള കഥാപാത്രങ്ങൾക്ക് മറ്റ് മാനസികമായ വളർച്ചയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു സംഭവം ഉണ്ടായി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതൊരു എക്സ്ക്യൂസ് അല്ല. കാരണം 90 അല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാണ് അതിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഞങ്ങൾ പറയുന്നില്ല. ആ സിനിമ അത് ചെയ്ത സമയത്ത് ഒരു പഴഞ്ചൊല്ലിന്റെ സ്വഭാവത്തിലോ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ സീനിന്റെ കാഴ്ചപ്പാട് തന്നെ ഈ കുര്യച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ജോസഫിനോട് പറഞ്ഞു എന്ന് തന്നെയാണ് സിനിമ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണല്ലോ ഈ സ്പാർക്ക് തുടങ്ങുന്നത്. അത് ഈ സിനിമയിലും ഞങ്ങളുടെ കാഴ്ചപ്പാട് അത് കുര്യച്ചൻ പറയരുതായിരുന്നു. ഹി ഷുഡ് നോട്ട് ഹാവ് സെഡ് ദാറ്റ് എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട്. ഒബ്വിയസ്ലി ദാറ്റ് ഹാസ് നോട്ട് കം ത്രൂ ആൻഡ് ദാറ്റ് ഇസ് അവർ മിസ്റ്റേക്ക്. ഇനി അത് ഈവൻ ഇഫ് ദാറ്റ് ഹാസ് കം ത്രൂ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത് ഹേർട്ട് ചെയ്യാം ആൾക്കാരെ. അത് ഞങ്ങൾ ആ സമയത്ത് സ്പോട്ട് ചെയ്തില്ല, തെറ്റാണ്. ഇനിയും ശ്രമിക്കും, തീർച്ചയായിട്ടും ശ്രമിക്കും. അതെ അതെ, നിങ്ങൾക്ക് രണ്ടുപേർ, അതായത് പറഞ്ഞ പ്രിയച്ചനും തോന്നുന്നുണ്ട് ഇത് പറയാൻ പാടില്ലായിരുന്നു. വിവേക് ഒബ്രോയ് തന്നെ ഈ റൂൾ മൈ ഡേ എന്ന് പറയുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർ, ഒരു മാതാപിതാക്കൾ, ഒരു കൊച്ചാണെങ്കിൽ പറയില്ലേ ഈ റൂൾ മൈ ഡേ എന്ന് തോന്നത്തില്ലേ? കറക്റ്റ്, അതുകൊണ്ടാണ് അപ്പോളജൈസ് ചെയ്തത്. ഞാൻ പറയുന്നത് അങ്ങനെ ഡയലോഗ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഈ റൂൾ മൈ ഡേ എന്ന് അതേ കഥാപാത്രം പറയുമ്പോൾ പോലും ഇത് കാണുന്ന ഒരു മാതാപിതാക്കൾ, അതാ എക്സാക്ട്ലി ആ കഥാപാത്രത്തിന് തോന്നുന്നത് ഒരു ജനറലൈസ്ഡ് വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ അയ്യോ മറ്റു മാതാപിതാക്കൾക്ക് ഒരു സ്പെഷ്യൽ ചൈൽഡിന്റെ അച്ഛനും അമ്മയ്ക്ക് അത് തോന്നിയേക്കാം എന്ന് അന്ന് ഞങ്ങൾ സ്പോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ആവട്ടെ, കന്നഡ സിനിമകൾ രണ്ടും ഇതിലൂടെയും കൊണ്ടുവന്നു, വലിയ വിജയമായി. പക്ഷെ ഇതിന്റെ ആദ്യം റിലീസ് തീയതി 30-ാം തീയതിയായിരുന്നു, പിന്നീട് 7-ാം തീയതിയിലേക്ക് മാറ്റി. നിങ്ങൾ വീണ്ടും പ്രൊമോഷൻ പ്ലാൻസ് കണ്ടിന്യൂ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഷാജി കൈരാജ് പോകുമ്പോൾ ഒരു മാസ് സിനിമ വരുമ്പോൾ പോലും ഇത്രയും വലിയ പ്രൊമോഷൻസിന്റെ ആവശ്യമുണ്ടോ എന്നൊരു തോന്നൽ വന്നില്ല. കാരണം അല്ലാതെ തന്നെ ഒരു ഇനീഷ്യൽ കളക്ഷൻ രീതിയിൽ ലഭിച്ചേക്കാം. പക്ഷെ പ്രൊമോഷൻ അത്രമാത്രം വില നിങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മുടെ കൊച്ചു മലയാള സിനിമകൾ ഇറങ്ങുമ്പോൾ പോലും ഈ ബഡ്ജറ്റിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ എക്സീഡും ആവുന്നുണ്ട്. പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ ഒരുപാട് വരുന്നുണ്ട്. ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർക്ക് പൈസ ചിലവാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരുപാട് ഉദാഹരണങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുക എന്നുള്ള ലക്ഷ്യം പ്രൊഡക്ഷൻസ് തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിന്റെ ഗ്രോത്ത് വളരെ റാപ്പിഡ് ആവാനുള്ള സാധ്യതയുണ്ടോ, വളരെ സ്ലോ ചെയ്യുന്നുണ്ട്? ചോദിക്കുന്ന ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. പ്രൈമറിലി ഇത് ഞാൻ പ്രൊമോഷൻ സമയത്തും പറഞ്ഞൊരു കാര്യമാണ്. പ്രൈമറിലി നമ്മൾ മനസ്സിലാക്കേണ്ടത് മേ ബി പാൻഡമിക് കാരണമായിരിക്കാം, അതല്ലെങ്കിൽ പാൻഡമിക് കാരണം നമ്മൾ സംഭവിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു OTT സ്ട്രീമിംഗ് സർവീസുകളുടെ ഒരു അഡ്വന്റ് കാരണമായിരിക്കാം. ഒരു വ്യൂയിങ് ബിഹേവിയറിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ. ഇന്നിപ്പോ നമ്മളൊരു സിനിമ റിലീസ് ചെയ്തിട്ട് അതൊരു നല്ല സിനിമയാണ് എന്ന് തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാരിലൂടെ മറ്റാൾക്കാർ അറിഞ്ഞ് ആ സിനിമയ്ക്ക് പ്രേക്ഷകർ എത്തിക്കോളും എന്ന് വിചാരിക്കാനുള്ളൊരു ലിബർട്ടി ഇന്ന് നമുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ആൾക്കാർ ദേ ഹാവ് അതർ ഓപ്ഷൻസ് ആൻഡ് ദേ നോ ഇവൻച്വലി ഇതൊരു സ്ട്രീമിംഗ് സർവീസിലും അത് കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ചാനലിൽ ഈ സിനിമ വരും. സോ തിയേറ്ററിൽ പോയി എനിക്ക് ഒരു പ്രേക്ഷകനോ ഒരു പ്രേക്ഷകയ്ക്കോ സിനിമ കാണണം എന്ന് തോന്നിപ്പിക്കണം. ആ ബാധ്യത ആക്ച്വലി ഫിലിം മേക്കേഴ്സിന്റെ തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ബഡ്ജറ്റ്. അങ്ങനൊരു വലിയ സിനിമ തന്നെ ആയിക്കൊള്ളുന്നില്ല. ഈവൻ പ്രൊമോഷൻസ് പോലും ഐ അഗ്രി, ഈ സിനിമയുടെ പ്രൊമോഷൻസ് ആർ എക്സ്പെൻസീവ്. പൈസ കൂടുതൽ മുടക്കിയാൽ ബെറ്റർ പ്രൊമോഷൻസ് ആയിക്കൊള്ളുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി സ്മാർട്ട്ലി പ്രൊമോട്ടഡ്. നല്ല ഉദാഹരണമാണ് ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ സിനിമ. എനിക്കത് കൃത്യമായിട്ട് അതിന്റെ പിന്നിലത്തെ കഥ അറിയാവുന്നത് അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ എൻ്റെ മാനേജറായ മിസ്റ്റർ ഹാരിസ് ദേശമാണ്. അപ്പൊ അവർ വളരെ സ്മാർട്ടായിട്ടാണ് ആ സിനിമ മൗണ്ട് ചെയ്തതും ആ സിനിമ റിലീസ് ചെയ്തതും. ആൻഡ് ദാറ്റ് ഫിലിം ഡിഡ് റിയലി വെൽ. അപ്പോൾ വലിയ സിനിമകൾ മാത്രം എന്നുള്ളതില്ല. ബട്ട് യെസ്, ഇനി മുതൽ സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകനെ കൊണ്ട് എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് തോന്നിപ്പിക്കേണ്ടത് ഫിലിം മേക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇന്റർവ്യൂ എടുത്താണ് എന്ന് പറഞ്ഞാല് വൻ പരാജയങ്ങൾ ഏറ്റുപറയുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചോ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചോളം പെട്ടെന്ന് പാക്കിങ് ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്. ഒരു 4 പടം കണ്ടിന്യൂസ് ഫ്ലോപ്പ് ആയപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യേണ്ട കുറച്ച് ദിവസം മാറാം, ഒരു റിഫ്രഷ്മെന്റ് ആവശ്യമുണ്ട്, അത് ക്ലീനായിട്ട് റിഫ്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ പിന്നെ സ്ക്രിപ്റ്റിന് വേണ്ടി തേടുകയായിരുന്നു. കുറേ സ്ക്രിപ്റ്റുകൾ തേടി
അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാമല്ലോ, ഈ പ്ലാറ്റ്ഫോം ഇസ് ദയർ അല്ലേ, നമുക്ക് എപ്പോഴും വേണോ കയറി അതിനകത്ത് നമ്മൾ പെർഫോം ചെയ്യണം. അതാണ് നമ്മുടെ ഒരു അങ്ങനെ കിട്ടി ഒരു നിധി എന്നൊക്കെ പറയാം. കെട്ടിക്കൊണ്ടുവന്നത് 90s ആയതുകൊണ്ട് എനിക്ക് ഈസി ടു ഡു, എനിക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റിയിരിക്കും. ഈ ഷാജേട്ടൻ സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരുന്ന പോലെയാണ് ഞാനിങ്ങനെ ഒരു ഡയറക്ടർക്ക് വേണ്ടി കാത്തിരുന്നത്. അപ്പം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമയ്ക്ക് ശേഷം, അതായത് ഈ സിനിമ നടക്കുമ്പോൾ തന്നെ ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമ ഷാജേട്ടൻ ഡയറക്റ്റ് ചെയ്യുകയാണ്. പൃഥ്വിരാജ് ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണ്. അത് 15-ാം തീയതി മുതൽ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. കാപ്പ, നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായ ഇന്ദുഗോപനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാകുമല്ലോ വളരെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന്. എനിക്ക് ഈ സിനിമയിൽ റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല. എനിക്കൊന്നും ഇത് ആദ്യമായിട്ടല്ല അല്ലേ ഇത് വരുന്നത്. ഇനി വർഷങ്ങൾക്ക് മുമ്പും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്നുള്ളത്. ആ ചോദ്യത്തിന് പിന്നിലെ വികാരം എനിക്ക് മനസ്സിലാവുന്നു. എന്റെ മറുചോദ്യം ഇതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു താരത്തിന്റെ ശമ്പളം എന്താണ് അല്ലെങ്കിൽ എത്രയാകണം എന്നുള്ളത് നിശ്ചയിക്കാനുള്ള പെറഗേറ്റീവ് ആ നടന്റെയോ നടിയുടെയോ ആണ്. ആ നടനെയോ നടിയോ വെച്ചൊരു സിനിമ എടുക്കണോ എന്ന് നിശ്ചയിക്കാനുള്ള പെറഗേറ്റീവ് നിർമ്മാതാവിന്റെയുമാണ് അല്ലേ. അപ്പോൾ ഇന്ന നടൻ ചോദിക്കുന്ന ശമ്പളം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമയ്ക്ക് ഫീസിബിൾ അല്ല എന്നൊരു നിർമ്മാതാവിന് തോന്നുകയാണെങ്കിൽ ആ നടനെ വെച്ച് ചെയ്യരുത്. അതാണ് അതിന്റെ സ്റ്റെപ്പ് നമ്പർ 1. പിന്നെ ഓഫ്കോഴ്സ് ഐ ആം എ ബിലീവർ ദാറ്റ് സിനിമയിൽ മെയിൻ ആക്ടേഴ്സ്, കാരണം അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് മെയിൻ ആക്ടറിന്റെ ശമ്പളം എന്ന് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സിനിമ പരാജയപ്പെട്ടാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടുള്ളൂ, സിനിമ വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും എന്ന രീതിയിൽ ഒരു സ്റ്റേക്ക് ഹോൾഡറായിട്ട് സിനിമകൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പരമാവധി സിനിമകൾ അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കാറ്. ജിനു സമ്മതിച്ചില്ല അടുത്ത സിനിമയ്ക്ക് ഞാൻ ചോദിച്ചപ്പോൾ. അതിന്റെ ഭാഗമായിട്ടാണോ ഈ റെമ്യൂണറേഷൻ കുറച്ച് മേടിക്കാം അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ടാണോ പ്രൊഡ്യൂസറായിട്ട് പോകുന്നത്? അല്ല, ഇതൊക്കെ ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഞാനൊരു കോ പ്രൊഡക്ഷൻ ആയിട്ടല്ല. ഞാൻ സാധാരണ പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ പറയാറുള്ളത് സിനിമയുടെ പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു പെർസെൻറ്റേജ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ശമ്പളം ഷൂട്ടിംഗ് സമയത്ത് ഒരു നിർമ്മാതാവ് തരേണ്ട ഒരു ബാധ്യതയൊന്നും നിർമ്മാതാവിനില്ല. ആ സിനിമ റിലീസായി സിനിമ നല്ല രീതിയിൽ ബിസിനസ് ആയാൽ ആ സമയത്ത് ആ കിട്ടുന്ന പൈസയിൽ ആണ് നമുക്ക് ശമ്പളം കിട്ടുക. അപ്പൊ ബേസിക്കലി ഞാൻ പറയാണ് ഈ സിനിമയുടെ സക്സസിൽ ഓൾസോ മൈ ഫീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സിനിമ സക്സസ് ആവുമ്പോഴേ എനിക്ക് ഒരു നല്ല ശമ്പളം കിട്ടുള്ളൂ, സക്സസ് ആയില്ലെങ്കിൽ എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ. ടു മീ ഇറ്റ് സീംസ് അതാണ്, ദാറ്റ് ഇസ് എ വേ ഫോർവേഡ്. അങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നൊരു തോന്നൽ. ഞാൻ ജിനുവിന്റെ കാര്യം മാത്രമല്ല, അല്ലാതെയും അതല്ല കുഴപ്പമില്ല ശമ്പളം പറഞ്ഞോളൂ എന്ന് ഇങ്ങോട്ട് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എന്റെ സിനിമകളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനും ആ യോഗത്തിൽ പോയിട്ടില്ല. അത് വിജയ അവിടെ പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും അഭിപ്രായം പറയാൻ ഐ ഡോണ്ട് ഹാവ് ദി പെറഗേറ്റീവ് വിത്തിൻ മീ. അതിൻ്റെ ഒരു ശരി തെറ്റുകളെ പറ്റി സംസാരിക്കാൻ ആധികാരികമായിട്ട് എനിക്ക് സംഘടനയുടെ പ്രവർത്തന രീതികളെ കുറിച്ചോ അല്ലാതെ എനിക്ക് അറിവില്ല. സോ ഐ ലെറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ പാസ്. ഈ ഐ നോ ഈ ഈക്വൽ പേ ഐ തിങ്ക് ഇസ് അസോസിയേറ്റഡ് വിത്ത് ജെൻഡർ ഇപ്പോൾ അല്ലേ, അതായത് നായികമാര് ഫീമെയിൽ ആക്ടേഴ്സ് ആൻഡ് മെയിൽ ആക്ടേഴ്സ് എന്നുള്ളത്. അതിനകത്ത് മെറിറ്റ് ഉണ്ട് ദാറ്റ് ഈക്വൽ പേ വേണം എന്നുള്ളതിൽ. ബട്ട് ഓൾസോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ രാവണൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഐശ്വര്യ റായ്ക്കും എനിക്കും ഈക്വൽ പേ അല്ല. ഐ എം പെയ്ഡ് മച്ച് ലെസ് ദാൻ ഹർ. അപ്പോൾ യൂഷ്വലി ഒരു താരത്തിന്റെ, നടിയുടെ അല്ലെങ്കിൽ നടന്റെ ഫീ തീരുമാനിക്കപ്പെടുന്നത് ഇസ് ബേസ്ഡ് ഓൺ വാട്ട് ഷീ ഓർ ഹി ബ്രിങ്സ് ടു ദ പ്രോജക്റ്റ്. ഇന്ന നടൻ അല്ലെങ്കിൽ ഇന്ന നടി ഉണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിന് ഇത്രയും ഫീസിബിലിറ്റി കൂടും എന്ന് അതനുസരിച്ചിട്ടാണ് പലപ്പോഴും പേയ്മെന്റ് അല്ലെങ്കിൽ ശമ്പളം തീരുമാനിക്കപ്പെടുന്നത്. നടീനടന്മാരും അങ്ങനെയാണ് ചോദിക്കുന്നത്. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാൽ ഈ സിനിമയ്ക്ക് ഇത്രയും ബിസിനസ് ഉണ്ടാകുമല്ലോ, അപ്പൊ എനിക്ക് ഇത്ര ശമ്പളം എടുക്കാമല്ലോ എന്ന്. അതാണ് ഒരു ചിന്ത. ലൈക്ക് ഇപ്പൊ ഒരു മലയാളത്തിലെ ഒരു ഹൈലി പെയ്ഡ് ആക്ട്രസസിൽ ഒരാൾ, മേ ബി മഞ്ജു വാര്യറും ഒരു പുതുമുഖ നായകനും കൂടി ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഈക്വൽ പേ ഉണ്ടാവില്ല. മഞ്ജു വിൽ ബി മച്ച് ഹയർ പെയ്ഡ്. അപ്പോൾ ആപ്ലിക്കബിൾ ഓൺ ഓൾവേസ്.
നമുക്ക് അമ്മ സംഘടനയുടെ ചോദ്യങ്ങളിൽ നിന്നൊന്ന് ഒഴിവാക്കി തരാമോ? നമുക്ക് കടുവയുടെ എന്റെ സിനിമകൾ അതിനെ കുറിച്ച് അതിന്റെ രജിസ്ട്രേഷൻ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടല്ലേ? അത് മാറ്റുന്നിടത്തോളം ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഒഫീഷ്യലി രജിസ്ട്രേഷൻ മാറ്റുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഉത്തരം പറയാം. ആണെന്നാണ് എന്റെ അറിവ് ഇതുവരെ. ഏത് വിഷയം? ഒരുപാട് വിഷയങ്ങളുണ്ട്. ഭാഗത്തു നിന്നും മനുഷ്യ സഹജമായ തെറ്റുകൾ ഇനിയും സംഭവിക്കാം, 100%. അതല്ലാതെ ഒരു പ്രതിവിധി ഉണ്ടോ? ഇനിയും ഭാവിയിൽ എന്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചു, അതിൽ നിങ്ങൾക്ക് വേദനയുണ്ടായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് പറയാൻ മാത്രം ഒരു മഹത് വ്യക്തിയൊന്നും അല്ല ഞാൻ. ഞാൻ സത്യത്തിൽ തിരുവനന്തപുരത്ത് വന്നത് ഷൂട്ടിങ്ങിനല്ല. ഞാൻ തിരുവനന്തപുരത്ത് വന്നത് എംബ്രാന്റെ സ്ക്രിപ്റ്റ് റീഡിങ്ങിനാണ് മുരളിയുമായിട്ട്. സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തു. ഞാനത് സ്ക്രിപ്റ്റ് ലോക്കായി എന്ന് ഇന്നലെ രാവിലെ ലാലേട്ടനെയും ആന്റണി പെരുമ്പാവൂരിനെയും വിളിച്ച് പറഞ്ഞു. ഞാൻ അടുത്ത വർഷം ഷൂട്ട് തുടങ്ങും സിനിമയുടെ. ഞാൻ എന്ത് സ്റ്റാൻഡ് എടുത്ത്? എന്ത് സ്റ്റാൻഡ് എടുത്ത? എനിക്ക് ഒന്നാമത് ഇതിലെ ഏത് വിഷയത്തിലാണെങ്കിലും ആദ്യം പറഞ്ഞ കാര്യത്തിൽ ആക്രമിക്കപ്പെട്ട നടി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഒരുപാട് സിനിമകൾ കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ഇൻഫർമേഷൻ ഉണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് വോസിഫറസ് ആയിട്ട് പറയാൻ പറ്റും. ഐ സപ്പോർട്ട് ഹർ, ഐ എം വിത്ത് ഹർ, ഐ വോണ്ട് ടു സീ ഹർ ത്രൂ ദിസ് ജേർണി. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്, ആ കുട്ടിയുടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്. ഇതെനിക്ക് അറിയില്ല. ഐ ഹാവ് നോ നോളജ് അബൌട്ട് ദ സെക്കൻഡ് ഇഷ്യൂ യു ആർ ടോക്കിംഗ് അബൌട്ട്. നിങ്ങളെല്ലാവരും എഴുതിയിട്ടുള്ള, നിങ്ങളെല്ലാവരും കാണിച്ചിട്ടുള്ള, നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എനിക്കേ ഉള്ളൂ. ആൻഡ് ഐ എം നോട്ട് പ്രിപ്പയർഡ് ടു മേക്ക് എ റിമാർക്ക് ബേസ്ഡ് ഓൺ ദാറ്റ്. എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം അദ്ദേഹം തന്നെ ഉയർത്തി വന്നത്.